നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ ഇവിടെ വന്നെങ്കിലെന്ന് ഞാൻ ഇപ്പൊ ആഗ്രഹിച്ചതേ ഉള്ളൂ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അമ്മ അത് കേട്ടോ? ഞാൻ എല്ലാം കേട്ടു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരില്ലേ? അപ്പോ അമ്മ ഈ സാരി ഉടുത്തുകൊണ്ട് അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങിന് വരണം. പാർവതി, നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. ഈ സാരി എനിക്ക് സമ്മാനമായി തരണമെന്ന് നിനക്ക് തോന്നിയെങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഈ സാരി ഉടുത്ത് ദിവസം നീ ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിച്ചാൽ മതി. ശരിയമ്മേ, എന്റെ ആഗ്രഹം അങ്ങനെയെങ്കിലും ഒന്ന് സാധിക്കുമല്ലോ. എനിക്കത് മതി. ഇപ്പൊ നിനക്ക് വിഷമം മാറിയില്ലേ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? ഇല്ല ദേവമ്മേ, ദേവമ്മ പോവാൻ വരട്ടെ. എന്താ മോളെ? അമ്മേ, ഇവിടിപ്പോ എനിക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും തന്നെയില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ വിശാൽ സാറ് തയ്യാറുമാണ്. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാ വിശാൽ സാറിന്റെ ആഗ്രഹവും. പക്ഷേ എന്റെ മനസ്സിൽ യാതൊരു സ്വസ്ഥതയില്ല. സാറിന്റെ മുമ്പിൽ ഞാൻ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ അത് തീരെയില്ല അമ്മേ. ഇവിടെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന എന്റെ മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആർക്ക് എന്ത് ആപത്ത് വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് സംഭവിക്കും. ആ ചിന്ത മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല. എന്താണ് ആപത്ത്? എങ്ങനെയാ അത് അനുഭവിക്കാൻ പോകുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കുക? എത്ര ചിന്തിച്ചിട്ടും ഇതൊന്നും മനസ്സിൽ തെളിയുന്നില്ല. ദൈവമയ്ക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും അറിയാമോ? മോളെ, നിന്റെ തോന്നലുകൾക്ക് അർത്ഥമുണ്ട്. ഷഷ്ടിപൂർത്തി ദിവസം അത്ര മംഗളകരമായ ദിവസമല്ല. അത് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. വരാൻ പോകുന്ന ആപത്തിനെ ആർക്കും തടയാൻ കഴിയില്ല മോളെ. ഏതായാലും നീ ജാഗ്രതയോടെ ഇരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.